വീട്ടിലെ കാര്യം ഒന്നും നോക്കാതെ നീ ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുന്നത് എന്തിന്? ദൈവമേ, ഞാൻ അറിയാതെ എന്തെങ്കിലും അവളെ പറഞ്ഞാ? ഈ മാങ്ങ കണ്ടപ്പോൾ എന്തോ ഒരു തുള്ളിച്ചാട്ടമായിരുന്നു, അച്ചാറേ അച്ചാറേ എന്നും പറഞ്ഞ്. കനകം നിന്നെ എന്തെങ്കിലും പറഞ്ഞ? എന്തെങ്കിലും ഒരു കാര്യം പറ, ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കാതെ. എന്തോ മാറ്റം ഇന്നലെ മുതല്. മാറ്റോ? എന്തോന്ന് മാറ്റം? അവന്റെ മാറ്റം ഒന്നുമില്ല, അവൻ പഴയതുപോലെ തന്നെ. ഒന്നല്ല, ഭയങ്കര ദേഷ്യം. എനിക്ക് ഒന്നും ചോദിക്കാൻ പോലും സമ്മതിക്കുന്നില്ല. ചേട്ടാ, ഇതെന്ത്? അവൻ ലാപ്പീസിലെ വല്ല കാര്യമായിരിക്കും അവൻ ആലോചിച്ചോണ്ടിരിക്കുന്നത്. ഓഫീസിലെ കാര്യമാണെങ്കിൽ എന്താ നമ്മളോട് പറഞ്ഞ? ഇപ്പൊ നോക്കിയാലും ഫോണിൽ തന്നെ ഫോൺ. ഞാനിങ്ങനെ അറിയാതെ അതുവഴി അങ്ങ് പുറത്തു കഴിഞ്ഞാൽ ഫോണും കൊണ്ട് വേറെ സ്ഥലത്തേക്ക് പോകും. എന്തോ കള്ളത്തരമുണ്ടമ്മേ. നാശമായത്. ആ ശരിയാണല്ലോ, ഇന്നലെ ഞാനും അങ്ങോട്ട് നിന്ന് എന്തോന്നാ മോനെന്ന് വിളിച്ചത് ഒരു ചാടിക്കേറ്റ്. ആഫീസിൽ എന്തെങ്കിലും കാര്യം കാണും, അതായിരിക്കും. ഞാൻ ചോദിച്ച് മനസ്സിലാക്കാം, നീ കരയാതിരിക്ക്. ദൈവമേ, ഞാൻ അവനോട് ചോദിക്കാം, നീ സമാധാനമായിട്ടിരിക്കുക. ഇതൊന്ന് അരിഞ്ഞെടുക്കുമോ നീ? ഞാൻ കനകം വന്നല്ലേ, ഞാൻ ചോദിക്കാം അവൻ്റെ കൂടെ. നീ വരട്ടെ. കനക വഴി കൊണ്ടുവച്ചത് അയ്യോ, ചെറുക്കൻ എന്തിന്റെ കേടാണെന്ന് അറിഞ്ഞില്ലല്ലോ. കരിമ്പും കാട്ടിൽ ആന കയറിയത് കിടക്ക് കളിപ്പ് തന്നല്ലോ. നീ കറിയാതാ? ഭയങ്കര ദേഷ്യമാണ്. കാണൂല, എവിടെ കൊണ്ടുപോയിട്ടിരിക്കണത്? എന്തിന്റെ കേടെന്ന് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ അവിടെ കാണും. ജമന്തി, ഞാൻ അഴയുടെ മോലിട്ട കൈ എവിടെയെന്ന്, ഞാൻ ആ അഴയുടെ മോളിട്ട കയ്യിൽ എവിടെയെന്ന് നിന്നോടായി ചോദിക്കണം. കഴുകിട്ടോ? നിന്നോട് ആരെ കഴുകിടാൻ പറഞ്ഞത്? ആരുടെ നിന്നോട് കഴുകിടാൻ പറഞ്ഞത്? നീ കഴുകി ഇടേണ്ട സാധനങ്ങൾ കഴുകിടില്ലല്ലോ. ഇന്ന് രാവിലെ എടുത്ത് കൊടുത്തതാണ്. എന്തിനാ അത് കഴുകിയിട്ടതെന്ന്? അത് കഴുകിയിട്ടെന്ന് വെച്ചപ്പോ കുഴപ്പം തോന്നുന്നു. എന്തിന്റെ കടാണ്? എന്തെങ്കിലും അത് ചോദിക്കുമ്പോ നീ എന്തിനടി കരയണത്? അറിയാതെ ദേഷ്യപ്പെടുന്നൊക്കെ ഞാൻ സഹിക്കുമ്പോ ഫോൺ വിളിയിൽ എന്തോ കുഴപ്പമുണ്ട്. ഫോൺ വിളി, അങ്ങനത്തെ ഫോൺ വിളിയൊന്നും അവൻ അങ്ങനെ വരാനിടയില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്തിനാ എന്നെ കല്യാണം കഴിച്ചത്? നീ സമാധാനപ്പെട്, എന്തായാലും നമുക്കിത് കണ്ടുപിടിക്കാം കേട്ടാ. നീ സമാധാനമായിട്ടിരിക്കും. ഹലോ, ആ പറ. അതെ, 1 മാസം സമയം വേണമെന്നാണ് പറഞ്ഞത്. ഞാനേ കഴിച്ചോ? നിങ്ങൾ ഭക്ഷണം കഴിച്ചോ? ഞാൻ കഴിച്ചോളാം. നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇടി, അവനെ വിളിച്ചോണ്ട് പോയി ആഹാരം കൊടുക്ക്. എന്തോന്നാടാ? എന്താ നീ ഭക്ഷണം കഴിക്കുന്നില്ലേ? ഭക്ഷണം കഴിക്കാം. എടാ, നീ വന്ന് ഭക്ഷണം കഴിക്ക്. എനിക്കിപ്പോ വിശക്കുന്നില്ല, നിങ്ങൾ പോയിട്ട് കഴിച്ചോ. പാതിരാത്രി ആയാലും നിനക്ക് ഭക്ഷണം കഴിക്കാൻ വയ്യെന്നാ? എന്താ നീ രായും പകലും ഇല്ലാതെ ഇങ്ങനെ ഫോൺ ചെയ്യുന്നത്? വേറൊരാൾക്ക് അത്യാവശ്യമായിട്ട് ഫോൺ ചെയ്തുകൊണ്ട് നിൽക്കണം. അമ്മ വേണം പോയി കഴിക്കും ഭക്ഷണം. നീ ഭക്ഷണം കഴിച്ചിട്ട്? ഞാൻ ഭക്ഷണം കഴിക്കുന്നില്ല ഇപ്പൊ. എന്നാ നീ കഴിക്കണ്ട. മനസ്സിലാവും. ഇവിടുത്തെ കാര്യം വലിയ കഷ്ടമാണ്. നിങ്ങൾക്ക് ഇത് എന്തിന്റെ കേടാണെന്ന്. ആ അമ്മയും ചമ്മന്തിയും വന്നു, അതാണ് കട്ട് ചെയ്തത്. ഓക്കെ, പറ.
പറഞ്ഞപ്പോ വിശ്വസിച്ചില്ലല്ലോ. ഫോണോ മേനിയത് നിന്റെ കനകൻ, നിന്റെ ആങ്ങള. ആരാണെന്ന് എനിക്കറിയാൻ വയ്യ. ഞാൻ ചില സംശയങ്ങളൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. ഒരു സമാധാനമില്ലാത്ത നട എടി കുട്ടി, അതൊന്നും കേൾക്കാൻ പറ്റില്ല. നീ നമ്മളെ കാണണ്ട. വാ നീ വാ. ആ പെണ്ണിൻ്റെ കാര്യം അതോ ഗതി. ഇങ്ങോട്ട് കയറി. ഹലോ, ഒരാഴ്ച കൂടെ ഒന്ന് ക്ഷമിക്കേ. നാളെ നമ്മൾ കാണുന്നുണ്ടല്ലോ, പിന്നെന്താ? എന്തോന്നടി തങ്കം ഇത്? എന്തോ കടുപ്പായത്? എന്താ കുഴപ്പം? കഷായം പോലെ ഉണ്ട്. പിന്നെ കഷായം കടുപ്പില്ലെങ്കിൽ ചായ എന്തിനുള്ള? പിന്നെ വല്ല അരിഷ്ടോ കഷായോ കുടിക്കണ നല്ലത്. ദീറ്റോ, ഇതിങ്ങനെ പോയപ്പോ എന്താ ചെയ്യണേ? അവൻ അവിടെ കിടന്ന് എന്ന് ബഹളാന്നേ. ഞാനും അതാ. ഡേയ്, നീ എന്താ പഠിക്കുന്നേ? കണക്ക്. ആ, ഒരു കാര്യം ചെയ്യും, നീ അകത്ത് പോയിരുന്ന് പഠിക്കും. ഇവിടെ ഇരുന്ന് പഠിച്ചാൽ ചിലപ്പോൾ കണക്കൂട്ടിൽ തെറ്റും. അല്ലേ? ചായ എടുത്തുണ്ടോ കൊന്നാ? എനിക്കിപ്പോ ഇതല്ല വിഷമം. ഇവനിത് എന്തും ഭാവിച്ചിണ്ടാ? 2 ദിവസമായി ആ വീട്ടിൽ നിന്ന് ബഹളം കേൾക്കാൻ തുടങ്ങിയിട്ട് ആർക്കും സമാധാനം ഇല്ല. ഇന്നലെ കാലത്ത് ഞാൻ നിന്നോട് ഈ കാര്യം പറഞ്ഞപ്പോൾ നീ എന്നെ ചാടിക്കടിക്കാൻ നിന്നില്ലേ? രാത്രി ഫോൺ വിളിക്കണ കണ്ടപ്പോൾ വിശ്വാസമായോ? ഇതെന്താ, ഇത് ആരാന്ന് എനിക്ക് മനസ്സിലാവാത്തത്. എടി, ഒരാണ് മാറി നിന്ന് ഫോൺ വിളിക്കണമെങ്കിൽ അത് ഉറപ്പായിട്ട് ഒരു പെണ്ണ് തന്നെ ആയിരിക്കും. പെണ്ണോ? ആ, അല്ല, ഇവനീ പെണ്ണുങ്ങൾക്ക് എന്തിനാ ഫോൺ ചെയ്യണേ? അവനവന്റെ ഭാര്യയുടെ മുഖം ഓർമ്മ വേണ്ടേ? എടി, അതിപ്പോൾ ഒരു പുതിയ പെണ്ണ് വന്ന് ചിരിച്ചൊക്കെ കാണിക്കുമ്പോൾ ഒരു നിമിഷം പോലെ ആണിൻ്റെ മനസ്സ് മാറാനായിട്ട്. ആരായിരിക്കും എന്നാലും? അവൻ്റെ ഓഫീസിലുള്ള വല്ല പെൺപിള്ളേരും ആയിരിക്കുമോ? ഏയ്, ഓഫീസിലെ പിള്ളേർ അങ്ങനത്തെ പിള്ളേരൊന്നുമല്ല. അതുങ്ങളൊക്കെ എനിക്ക് അറിയാവുന്നതാ. വേറെ ആരാന്നാ? എടി, ഇപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നേ. ഞാൻ അവനും കൂടി ഒരു ദിവസം സ്മോള് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ പണ്ട് 10 ബിയിൽ പഠിച്ചൊരു സുഷമയെ നിനക്ക് അറിയത്തില്ലയോ? പഠിച്ചിട്ട് പൂച്ചക്കണ്ണി, കുറെ മുടിയൊക്കെ ഉള്ളൊരു പെണ്ണ്. ആ സുഷമയോടെ ഇവന് പണ്ടേ ചെറിയൊരു ഇതുണ്ടായിരുന്നല്ലോ. അത് എത്ര കൊല്ലം മുമ്പാ ഗ്ലീറ്റോ? എടി, അവൻ ഈ ഇടയ്ക്ക് അവൻ്റെ ഓഫീസിൽ വന്നിരുന്നു. അവനിപ്പോൾ ഈ പരിസരത്ത് ഇവിടെ താമസം മാറിയിട്ടുണ്ട്. അപ്പോൾ പുതിയ കണക്ഷൻ എടുക്കാൻ വേണ്ടി എന്നാ പറഞ്ഞതേ. അന്ന് ഞങ്ങൾ ഈ പരിപാടി കഴിയണത് വരെയും അവൻ സുഷമയെക്കുറിച്ച് തന്നെ വാദോരാതെ പറഞ്ഞുകൊണ്ടിരുന്നു. ഇതിപ്പോൾ അത് തന്നെ തങ്കം. എന്റെ ക്ലീറ്റോ, ആ പെണ്ണ് കല്യാണം കഴിഞ്ഞ് വലിയ പിള്ളേരൊക്കെ ഉള്ളത്. അവൻ എന്താ കണ്ടറിയാൻ പാടില്ലേ എന്നെ നോക്കാനായിട്ട്? കല്യാണം കഴിഞ്ഞവർ തമ്മിലൊന്നും ഇപ്പോൾ ഒന്നും പാടില്ലെന്നാണ് നീ പറയണത്. ഒരു ഫോൺ കോൾ മതി അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചാൽ ഇതെല്ലാം ഓക്കെ ആവാൻ. അപ്പൊ അവള് തന്നെ ആയിരിക്കും? ഇത് അവള് തന്നെ. എന്നാ ഞാൻ പോയി ചോദിക്കും അവനോട്. ആഹാ, നീ ഇപ്പം അവനോട് ഇത് ചോദിക്കുമ്പോൾ ആ പെണ്ണങ്ങാനും ഇത് കേട്ടാൽ അവള് വല്ല കടുങ്കയും കാണിക്കാതെ അത് ഇത് വലിയ തലവേദനയാവും. ക്ലീറ്റോ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന അതുങ്ങളുടെ ജീവിതം പോവും. എനിക്ക് നോക്കിയിരിക്കാൻ പറ്റില്ലായിരുന്നു. നമുക്കേ തഞ്ചത്തിൽ ചോദിച്ച് മനസ്സിലാക്കാം.
നീ എടുപിടിയൊന്നും അവിടെ ചെന്നൊന്നും ചോദിക്കരുത്. ദൈവം ഈ കുടുംബം നോക്കാതെ ഇവൻ എന്തൊക്കെ കാണിച്ചു കൂട്ടണേ. സമാധാനപ്പെടുന്നു, ബാ നമുക്ക് ചോദിക്കാം. വാ, അങ്ങനെ ഇട്ടാ പറ്റൂല. എനിക്ക് ഭക്ഷണം വേണ്ട വേണ്ട നിങ്ങളോടല്ലേ ഞാൻ പറഞ്ഞത്. ഇത്തിരി എന്തെങ്കിലും കഴിച്ചിട്ട്. എനിക്ക് വേണ്ട മോളെ, എനിക്ക് വേണ്ടാന്ന്. ഞാൻ പുറത്തുനിന്ന് കഴിച്ചോളാം, നേരത്തെ പോകണം. എടാ വെളുപ്പാൻ കാലത്ത് അവൾ എഴുന്നേറ്റ് ഉണ്ടാക്കി വെച്ചത് നിനക്ക് കഴിച്ചോണ്ട് പോകാൻ വേണ്ടിയല്ലേ? കഴിച്ചിട്ട് പോ മോനെ. അമ്മ വെളുപ്പം കാലത്തല്ലേ എന്നും എഴുന്നേറ്റുണ്ടാക്കാറ് അല്ലേ? പിന്നെ ഇത് മാത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണേ എന്തിനെന്ന്? രാത്രി മൊത്തം അവൻ കരച്ചിലായിരുന്നു, നിനക്കറിയാമോ? അവള് കരയുന്നതിന് ഞാനാണ് ഉത്തരവാദി. പിന്നെ അല്ലാതെ ആരാടാ? ഞാനാ? നിന്റെ സ്വഭാവം കണ്ടിട്ട് തന്നെ അവൾക്ക് പോയി. എന്റെ സ്വഭാവത്തിന് ഒരു കുഴപ്പമില്ല. എന്റെ സ്വഭാവം മുമ്പ് ഇങ്ങനെയാണ്, ഇപ്പോഴും ഇങ്ങനെയാണ്. ഇനി നിങ്ങളെല്ലാവരും കൂടെ പറഞ്ഞിട്ട് നീ കുഴപ്പമുണ്ടാക്കാതിരുന്നാൽ മതി. മനുഷ്യൻ 100 കൂട്ട കാര്യങ്ങൾ ആലോചിച്ച് തലയിൽ പെരുപ്പിച്ച് നടക്കണത് അതിന്റെ ഇടയിലാണ്. ഇതൊന്നും ഇല്ലാതെ അവൻ എവിടെ പോണത്? ഇതമ്മ ഞാൻ പറഞ്ഞു എങ്ങോട്ടാ പോണേന്ന് ദൈവത്തിന് മാത്രം അറിയാം. നീ കരയാതെ, നിനക്ക് ഞാനുണ്ട്. എന്നെ വീട്ടിൽ കൊണ്ടാക്കാൻ പറയാൻ വേണമെങ്കിൽ വീട്ടിൽ കൊണ്ടാക്കാനാണ് നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. കരയാതെ. അമ്മേ, ഇതെന്താ ഈ കേക്കണേ ഇവിടെ? രാവിലെ ഉണ്ടാക്കി വെച്ച കാപ്പി പോലും കുടിക്കാതെ അവൻ ഇറങ്ങിപ്പോയത് നിങ്ങൾക്കറിയാമോ? അതെങ്ങനെ ഫോണെടുത്ത് ബിരിയാണി വെച്ച് സൽക്കരിക്കാൻ ആളുകൾ കാത്തിരിക്കണുണ്ടാവും. അമ്മ ഇതെന്താന്ന് ഇങ്ങനെ നിസ്സാരമായിട്ട് കാണണേ? ഞാൻ നിസ്സാരമായിട്ട് കാണുന്നതാണ്. ഞാൻ ഇനി എങ്ങനെയാണ് അവന്റെ അടുത്ത് പറയേണ്ടുന്നത്? ആ, അമ്മ ഇവിടുത്തെ മൂത്താണല്ലോ, അവനോട് അങ്ങോട്ട് ചോദിക്കാൻ കൂടെ. അങ്ങോട്ട് ചോദിക്കാൻ ചെല്ലാഞ്ഞിട്ടിരിക്കുന്നു. എന്നെ കടിച്ചു തീർന്നാണ് അവൻ എന്റെ അടുത്ത് പെരുമാറുന്നത്. അത് കേട്ടിട്ട് മിണ്ടാതിരിക്കരുതെന്നായി പറയണേ. ഇത് ഞാൻ പറഞ്ഞില്ലേ, അത് തന്നെ സംഭവം. എന്തോന്ന് സംഭവം? ഒന്നുമില്ല അമ്മേ. ജമന്തി, നീ ഇങ്ങനെ കരയാതിരിക്കുക, പരിഹാരം ഇല്ലാതിരിക്കോ ഏത് കാര്യത്തിനും. എന്തോ കുഴപ്പമുണ്ട് നാത്തൂന്. ഇപ്പൊ 24 മണിക്കൂർ ഫോണിൽ തന്നെ. നീ ഇങ്ങനെ ഇരുന്ന് കരഞ്ഞിട്ട് എന്താ കാര്യമെന്നാ ഞാൻ ഈ ചോദിക്കണേ. ഇതൊക്കെ നിന്റെ കുഴപ്പാ. കുറെ കൂടി അവനങ്ങോട്ട് അനുസരിക്ക്. അവനാന്ന് പറഞ്ഞാ ആ, ഈന്ന് പറഞ്ഞാ ഈ. പെണ്ണുങ്ങളായാലേ ആണുങ്ങളെ നിലക്കി നിർത്താൻ പഠിക്കണം, ചുമ്മാ കരയാനായിട്ട്. ജമന്തി, ഇപ്പൊ എന്റെ കാര്യം തന്നെ നോക്ക്. തങ്കത്തിന്റെ നോട്ടം എപ്പോഴും എന്റെ മേലുള്ളതുകൊണ്ടാണ് ഞാൻ വഴിതെറ്റി പോകാതെ ഇവിടെ നിൽക്കുന്നേ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നിന്റെ ഓഫീസിൽ എടുത്തിട്ടുണ്ടല്ലോ ഒരു ഫാസില്. ഇനി ആ ഫാസിൽ എന്ന് പറയണവനെ ഈ മുറ്റത്തോട്ട് കടത്തിയേക്കരുത്. അവൻ അറിയാം, അവൻ ഇങ്ങനെ ഏഷണി കൂട്ടി കൊടുക്കണോണ്ട് അവൻ ഇങ്ങനെ ഓരോ തോന്നിയാസം കാണിക്കണേ. അമ്മ, അവനാണ് മറ്റവനെ കൂടെ ഇല്ലാതാക്കണേ. ഒരു കാര്യം ചെയ്യും, ഞാൻ അവന്റെ ഓഫീസ് വരെ പോയി ഒന്ന് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് വരട്ടെ. എന്നിട്ട് നമുക്ക് രണ്ട് പാത്രമാക്കാമേ. അല്ല, വേണ്ട തീരുമാനങ്ങൾ എടുക്കാം. ജമന്തി കരയണ്ട കേട്ടാ. ഞാൻ പോയി അന്വേഷിച്ചിട്ട് വരട്ടെ. കരയല്ലേ? കണ്ണൊക്കെ തുടച്ച്. നീ എന്തെങ്കിലും കഴിച്ചാ? എന്തെന്ന്? ഇന്നലെ മുഴുവൻ ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല. പൊന്നു മോളെ, നീ കഴിക്കാതിരുന്നിട്ട് എന്താ കാര്യം? എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവട്ടെ, അപ്പൊ അതിന് പരിഹാരം ഉണ്ടാക്കാം. ഇപ്പഴേ കിടന്ന് പട്ടിണി കിടന്ന് ചാവാതെ പോയി കഴിച്ചെന്തെങ്കിലും ചെല്ല്. എന്തെങ്കിലും എടുത്ത് കൊടുക്കാമേ. നീ കൂടെ കയറി വാ. എനിക്കൊന്നും വേണ്ട. എന്ത് ചെയ്യുന്നു പറ.